ഹലോ ഫ്രണ്ട്സ്, കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴക്കടുത്തുള്ള കക്കാട് ഇക്കോ ടൂറിസം സെൻറ്ററിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. 30 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് വരുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാടിനുള്ളിൽ കൂടെയുള്ള ഈ നടത്തം തന്നെയാണ്. അധികം ആർക്കും അറിയാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ ആൾ കുറവാണ്. മുമ്പോട്ട് പോകുമ്പോൾ വെള്ളം ഒഴുകി വന്നിരുന്നൊരു ഏരിയ കാണാം. ഇപ്പം വെള്ളമൊന്നുമില്ല. വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോയാൽ വെള്ളത്തിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ ജംഗിൾ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഏരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ട്രെക്കിംഗ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് കയറി നോക്കാം. ഇവിടെ നല്ലൊരു ബ്രിഡ്ജൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കിയിട്ടുള്ളൊരു ഊഞ്ഞാലുണ്ട്. ശ്രദ്ധിച്ചാടണമെന്നേ ഉള്ളൂ. അടേ കുറച്ചൊരു ലെങ്ത് അധികമാണ്. വേണമെങ്കിൽ 2 പേർക്ക് അവിടെ നിൽക്കാം. നമുക്ക് തൊട്ടടുത്തുള്ള വനപർവ്വത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കക്കാടാണ്. ഇവിടെയാണ് ആ സൗണ്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലെ ഭാഗത്തേക്ക് നമുക്ക് നടക്കാം. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കക്കാട് ഇക്കോ ടൂറിസം സെൻറ്റർ. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഇക്കോ ടൂറിസം സെൻറ്റർ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കാൻ നമ്മളിൽ പലരും അടുത്തുള്ള വയനാട് ജില്ലയിലേക്ക് പോകാറാണ് പതിവ്. ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്. ഇതൊക്കെ ഒഴുക്കുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. നമുക്ക് മുകളിലേക്ക് നടന്നു നോക്കാം. നല്ല രസമുള്ളൊരു ഏരിയ ആണ്. നമ്മൾ നേരത്തെ കയറിയ പാലത അവിടെ കാണാം. ഇത് വീഡിയോയിൽ എത്രത്തോളം നന്നാവുന്നുണ്ടെന്ന് അറിയില്ല. കാരണം അത് നേരിട്ട് വന്നിട്ട് തന്നെ ആസ്വദിക്കണം. ഈ ഒരു സൗണ്ടും നമ്മൾ ഈ ടൗണിൽ നിന്നൊക്കെ മാറി ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഭയങ്കര മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. നല്ല തണുത്ത വെള്ളം കേട്ടോ. നമ്മളൊന്നിപ്പം കാല് മുക്കി നോക്കി ഇനിപ്പ് പോയില്ല.
വെള്ളമില്ലാത്തതൊന്നും നോക്കണ്ട, വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. ഇനിയും മുകളിലേക്ക് കയറാം. നമ്മളിപ്പോൾ 5 മണി ആ ടൈമായി. ഇപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ടേക്ക് നടന്ന് ട്രെക്കിംഗ് എല്ലാം ഉണ്ട്, ശ്രദ്ധിച്ച് പോകേണ്ട ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ ആരെയും കാണാത്ത സ്ഥിതിക്ക് നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ കക്കാട് ടൂറിസത്തിൻ്റെ ടോപ്പ് ഏരിയ ആണിത്. ഇവിടെയൊക്കെ അധികം ആഴമുള്ള ഏരിയ ആണ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട്. അങ്ങോട്ടേക്കെല്ലാം ട്രെക്ക് ചെയ്ത് പോകാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. ജംഗിൾ വാക്കിലേക്കൊന്ന് കയറി നോക്കാം. ഈ വെള്ളത്തിൻ്റെ സൗണ്ടും കാട്ടിലൂടെ നടത്തും കാട്ടിലെപ്പോഴും ഒരു ഭയാനകത ഫീലിംഗ് ആണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ പാരലായിട്ടാണ് വഴി വരുന്നത്. ജംഗിൾ വാക്ക് നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ തിരിച്ചു പോയിട്ടുള്ള ഏരിയയിലാണ്. എന്തായാലും സംഭവം അടിപൊളിയാട്ടോ. നമുക്കിതാ നമ്മൾ നേരത്തെ വന്നിരുന്ന ചേറിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇതുവരെ അങ്ങനെ നടന്നിട്ടൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ജംഗിളിലൂടെ നടക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ഇറങ്ങി അതേ വഴി തന്നെ ഇറങ്ങാം. കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴുള്ളൊരു റഫ്നെസ് ഉണ്ട്. ഓർമ്മയില്ല ഈ സ്ഥലം, നേരത്തെ നമ്മൾ കടന്നുപോയ അതേ ഏരിയയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കക്കാട് ഇക്കോ ടൂറിസത്തിൻ്റെ മെയിൻ ഏരിയ. നമുക്ക് ഒന്ന് ഫേസൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇവിടെ വിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനിയുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.